ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരു എക്സാം സീസണിലേക്ക് വരികയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള, പ്രഷർഡ് ആയിട്ടുള്ള ടൈമാണ് ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിൽ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെ എക്സാം കുറെ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലെസ് ടെൻസ്ഡ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴും നമ്മളുടെ പഠനത്തിൻ്റെ ഒരു ഉദ്ദേശം മാർക്ക് കൂടുതൽ വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് ചുറ്റുമുള്ളവരെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങുക, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ഉദ്ദേശം ആവരുത് നമ്മൾ പഠിക്കുന്നതിനെ സംബന്ധിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും നമ്മുടെ ഒരു കോമ്പിറ്റൻസി, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എപ്പോഴും നടത്തേണ്ടത്. മറ്റുള്ളവരെക്കാളും മുകളിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു മീനിങ്ങും പർപ്പസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കോമ്പിറ്റൻസി, നമ്മുടെ ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറെ കൂടെ ഫ്രൂട്ട്ഫുള്ളായിട്ട്, ഫങ്ഷനിങ് ആയിട്ട്, എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. പാരൻസും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ളൊരു സമയമല്ല. അവർ വളരെ റിലാക്സ്ഡ് ആയിട്ടും ഫ്രീ ആയിട്ടും എക്സാമിന് മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചില കുട്ടികളൊക്കെ വളരെ മടിയുള്ള, ഒട്ടും സീരിയസ് അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. വാസ്തവം തന്നെ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടേതായിട്ടുള്ള ഒരു കൺവീനിയൻസ് അനുസരിച്ച് മാക്സിമം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട്, അല്ലെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സമയത്തെ പഠനത്തെ ക്രമീകരിച്ചാൽ മാത്രമാണ് മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ വെള്ളം ധാരാളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പലരും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ, എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിൽ, ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിലൊക്കെ വീഴ്ച വരുത്താറുണ്ട്. പ്രത്യേകിച്ച് എക്സാം അടുത്ത് വരുന്ന നാളുകളിൽ കൂടുതലും സമയം പഠനത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയും അത് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടാക്കുകയും ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പല കുട്ടികളും പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോങ് ടൈം ആയിട്ട് എക്സാം അടുത്ത് വരുമ്പോൾ മാത്രമല്ല, വളരെ ദീർഘനാളായിട്ട് സ്ഥിരമായി തുടരുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട്: 1 ഉറക്കം, 2 ഫുഡ് കഴിക്കുന്നത്, 3 എക്സസൈസ്. ഉറക്കം എല്ലാവരും ഒരേ ടൈമിൽ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10-നും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങുക, രാവിലെ 6 മണിക്ക് ഉള്ളിൽ എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് ഒരു 8-നും 8:30ക്കും ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു 1-നും 2-നും ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7-7:30ക്കുള്ളിൽ ഡിന്നർ കഴിക്കുക. അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനും എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാനും കഴിയുമെന്നുള്ള വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും പഠിച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയും കൂടെ റെഗുലറായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് ഈ എക്സാം സീസണ് ഫേസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരു ഫസ്റ്റ് ഫേസിൽ അവർ നേരിടുന്നത് ഒരു ക്വാളിഫയിങ് നാച്ചർ, അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാമുകളാണ് കൂടുതലും. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 പരീക്ഷകൾ, അല്ലെങ്കിൽ ഡിഗ്രി എക്സാമുകളൊക്കെ. അതിനുശേഷമാണ് കൂടുതലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ക്വാളിഫയിങ് നേച്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ തന്നെ കുറെ കൂടെ ടഫായിട്ടുള്ള കോമ്പറ്റീഷനും വളരെ ഹയർ ലെവലിലുള്ള ഐക്യവും വേണ്ടി വരുന്ന, ഹാർഡ് വർക്കും വേണ്ടി വരുന്ന എക്സാമുകളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ ഒരു പാറ്റേൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള, ഫങ്ഷനിങ് ആയിട്ടുള്ള, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ എൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയറും ഒരു കരിയർ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.